ക്രിസ്മസ് ഫാമിലി നൈറ്റ്സെങ്കിലും ഇത് നടക്കുമോ? പിന്നെന്താ, നമുക്ക് പൊളിക്കാലോ സിസ്റ്ററെ. ഓ എന്റെ പൊന്നെ സിസ്റ്ററെ, ഈ ഒപ്പന മാത്രമാണേലും ഒരു ഉമ്മില്ലെന്നേ. നമുക്കിതൊരു അടിപൊളി സ്കിറ്റൊക്കെ ആക്കി അതിനിടയിൽ ആട്ടിടയന്മാർ ഒരു ബ്രേക്ക് ഡാൻസ് ഒക്കെ അങ്ങോട്ട് കയറ്റി അങ്ങ് അടിപൊളി ആക്കിയാലോ? ഐഡിയ കൊള്ളാം. പക്ഷേ ഈ ബ്രേക്ക് ഡാൻസ് വേണ്ട. ആര് സ്കിറ്റ് ഉണ്ടാക്കും? അതിനൊക്കെ വഴിയുണ്ടതേ. പണ്ട് ഭയങ്കര ഒരു സ്കിറ്റ് ഉണ്ടാക്കി കയ്യടി കിട്ടിയ ഒരു കക്ഷിയുണ്ട്, അവനെ കൊണ്ട് നമുക്ക് എഴുതിച്ചാൽ അവസാനം പള്ളിക്കാര് പോകുമോ? നമുക്ക് അച്ഛന് ജോസഫിന്റെ റോൾ കൊടുക്കാം. അപ്പൊ പിന്നെ ആരും പോകത്തില്ലല്ലോ അല്ലേ? നല്ല കയ്യടിയും കിട്ടും, സംഭവം അങ്ങ് കയറി കത്തുകയും ചെയ്യും. എന്നാ ഒരു കൈ നോക്കാം അല്ലേ? ഒരു കൈയല്ല, രണ്ട് കൈ നമുക്ക് നോക്കാം. ഞാൻ അതിഭയങ്കരമായ ഒരു നാടകം എഴുതി പള്ളിക്കാരെ പിന്നെ വേണേ നാട്ടുകാരെ നിർത്തിക്കും. സീൻ 1. ആ 3 രാജാക്കന്മാരിൽ ഒരാളെ കാസ്പറിന്റെ കൊട്ടാരത്തിൽ നിന്ന് എടിയേ, എന്റെ എടിയേ, എന്റെ തൊപ്പി എവിടാ? അമ്മാരിപ്പം വരൂ യേശുവിനെ തപ്പിയാണ്. തൊപ്പിയല്ല മനുഷ്യ, കിരീടം. ഇന്നലെ രാത്രിയിൽ എപ്പോഴാ വന്നത്? അതെങ്ങനാ? സമയത്തും കാലത്തും ഒന്നും വീട്ടിൽ വരത്തില്ലല്ലോ. രാജ്യം, പ്രജകൾ, കുഞ്ഞിനെ തപ്പി കറക്കം. എന്റെ കൂടെ ഇരിക്കാൻ ഒരു സമയമില്ല. ഹണി, ഞാൻ ആ യേശുമോനെ ഒന്ന് തപ്പിയെടുത്തിട്ട് ഫുൾ ടൈം നിന്റെ കൂടെ കാണും. ഇപ്പൊ നീ ആ തൊപ്പി അല്ല ആ കിരീടം ഒന്ന് തപ്പിത്താ. അതെ, നിങ്ങൾ വാതിൽ തുറക്കണ്ട. വല്ല കള്ളന്മാരുമായിരിക്കും. നമ്മുടെ പ്രധാന പുരോഹിതന്റെ മാളികയിൽ കള്ളം കയറിയായിരുന്നു. കള്ളൻ? എന്നിട്ട് നീ എന്താ ഇതുവരെ എന്നോട് പറയാതിരുന്നത്? അത് തന്നെയല്ലേ പറഞ്ഞു വന്നത്. നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് വേണ്ടേ ഞാൻ എന്തെങ്കിലും പറയാൻ. യു ഡോണ്ട് വറി. നമ്മുടെ കൊട്ടാരത്തിന് ബ്രാൻഡ് ന്യൂ മൾട്ടി ലോക്കാം. ആന പിടിച്ചാ തുറക്കത്തി. എടാവേ കാസ്പറേ, നീ കൊട്ടാരം ഒന്നും കൂട്ടാറില്ലേ? കാസ്പറെ, എന്റെ പൊന്നടാവേ, ഒന്ന് ഇറങ്ങി വാടേ. സൂര്യൻ ഉദിച്ചാ പിന്നെ നക്ഷത്രം സ്വാഹ. അറിയോ ഞാൻ 1ാമത് വെള്ളം എടുത്താ. എടാ ജീസസിനെ കാണാൻ പോകുന്നോ? ഞങ്ങൾക്കും കൂടി വരണം. ക്യൂട്ട് ബേബി അല്ലേ? എന്റെ അമ്മോ, ഞങ്ങൾ പറയാതിരുന്നത് അതുകൊണ്ടാണ്. നിങ്ങളെ കൊണ്ടുപോയാൽ ശരിയാകത്തില്ല. നിങ്ങളെല്ലാവരും റെഡിയാണോ? ഞാനൊന്ന് ക്വിക്ക് ടച്ചപ്പ് ചെയ്യട്ടെ. ആ സ്റ്റാൻഡേർഡ് ലൈറ്റിൽ എൻ്റെ ഫേസ് ഓയിലിയായിട്ട് കാണുമോ? മേക്കപ്പ് എന്റെ ദൈവമേ, നിങ്ങളെല്ലാരും ബേദലയിലാ പോകുന്നത്, അല്ല നമ്മുടെ പള്ളിയുടെ ഫാമിലി നൈറ്റ് അല്ല ഇങ്ങനെ കിടന്ന് മേക്കപ്പ് ചെയ്യാൻ. അത് പ്രശ്നമില്ല, ഞങ്ങൾ സൈലന്റ് ആയിരിക്കും. ബേബിനെ കണ്ടാൽ ഒരു പാവം മാത്രം. പ്രോമിസ്. അത് തന്നെയാ പ്രശ്നം. നിങ്ങൾ ആവ് തുടങ്ങുമ്പോഴേക്കും കുഞ്ഞു കരച്ചിൽ തുടങ്ങും. അതൊന്നും ശരിയാകത്തില്ല, വലിയ പ്രശ്നമാകും. അതെ, ഞങ്ങളെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കുറച്ച് ഫുഡൊക്കെ പാക്ക് ചെയ്യാം. കുറച്ച് പിക്കിൾ സ്നാക്സ്, ഇച്ചിരി ബിരിയാണി, ഇച്ചിരി പരിപ്പാട, പിന്നെ ചേട്ടൻ്റെ ആ കൊഴുക്കട്ട ഉണ്ടല്ലോ അത്. എടി, ഞങ്ങൾ ഗിഫ്റ്റ് കൊണ്ടുപോകുന്നവരാണ്, സ്നാക്ക് കൊണ്ടുപോകുന്ന ദൂരമാരല്ല. എടാ മോനെ, അവരെ പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യമുണ്ടല്ലോ കട്ട പുകയാ.
കറക്റ്റ് സ്ട്രാറ്റജി വേണം. ലിസൺ, സ്വർഗീയ യാത്രയാണിത്. മെൻ ഒള്ളി ട്രിപ്പ്. മെൻ ഓൺലി? ഇത് എവിടുന്ന് കിട്ടിയ റൂൾ? അതൊക്കെ ബൈബിളിലുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് സമയം എടുത്തൊന്ന് വായിക്കൂ, കിട്ടും. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്താ വീട്ടിലിരിക്കണോ? അതെ, നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രേ ചെയ്യണം. ഞങ്ങൾ വഴിതെറ്റാതെ വരാൻ. വഴിതെറ്റിയാൽ ബ്ലെയിം നിങ്ങൾക്കായിരിക്കും, അറിയാമല്ലോ അതല്ലേ? ഓക്കെ ഓക്കെ, എന്നാൽ നിങ്ങൾ തന്നെ പൊക്കോ. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. രക്ഷപ്പെട്ടു. ബോയ്സ് മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. മൽച്ചിയർ, കാസ്പർ, ബൽത്തസാർ യേശുവിനെ പറ്റി സ്വർണം, മോര്, കുന്തിരിക്കം എന്നിവ കൊണ്ട് യാത്രയായി. ശരി, അല്ല ഈ മോരെന്താണാവോ? പ്രിയതമൻ പോകുന്നതും നോക്കി സങ്കടത്തോടെ നമ്മുടെ കാസ്പറിന്റെ പ്രിയതമൻ പൂമുഖപ്പടിയിൽ അവനെയും കാത്ത് അങ്ങനെ ഇരുന്നു. രാജാക്കൾ മൂവരും യേശുവിനെ തപ്പി കാടും മേടും താണ്ടി ആ വെള്ളി നക്ഷത്രം നോക്കി അങ്ങനെ യാത്രയായി. പെട്ടെന്നാണ് അവരൊരു സഖീനെ കണ്ടത്. അവർ ആ ദിശയിലേക്ക് വലിച്ചു പിടിച്ചു. അവിടെ ഒരു കല്യാണം നടക്കുകയാണെന്ന് തോന്നുന്നു. ഈ സൗണ്ട് കേട്ടിട്ട് നല്ല പിച്ചക്കാരുമായിരിക്കും തോന്നുന്നത്. ചെന്ന് നോക്കട്ടെ. അയ്യോ, രാജകുമാരൻ, നിങ്ങളോ? വരൂ വരൂ. എടാ എന്തുവാ പരിപാടി? ഓ അതോ, പെങ്ങളുടെ കല്യാണമായിരുന്നു. ഒരു ഒപ്പന. ആഹാ, കല്യാണം? ഭയങ്കര വിശപ്പ്. ഇതിനാടാ ഒപ്പനയ്ക്ക് ആണുങ്ങൾ? ഓ അതോ, ഇവിടുത്തെ പെണ്ണുങ്ങൾ മണവാട്ടിയേക്കാൾ അതല്ല, മണവാട്ടിയുടെ കൂടെ ഒരുങ്ങാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് കളിക്കാന്ന് വിചാരിച്ചു. അതെന്നെ നന്നായി. എന്നാ തുടങ്ങിയാൽ നിങ്ങളും കാണട്ടെ.
ഡാൻസ് ആയിരുന്നല്ലോ. സിസ്റ്റർ ആനീസ് ആണോ സ്റ്റെപ്പ് പഠിപ്പിച്ചു തന്നത്? യെസ് യെസ്. എങ്ങനെ പിടികിട്ടി? അത് പറ. സിസ്റ്റർ തന്നെയാ ഞങ്ങളെയും പഠിപ്പിച്ചത്. അതുകൊട്ടെ ഈ ബേദലേക്കുള്ള വഴി ഇതൊക്കെ തന്നെയാണോ? ഈ ബൽക്കസാറിന്റെ നാവിഗേഷൻ അത്ര പോരാ എന്ന് എനിക്ക് തോന്നുന്നത്. അവന്റെ നടത്തേ ശരിയല്ല. പോടാ പോടാ, നിന്റെയൊക്കെ നോട്ടമാ ശരിയല്ലാത്തത്. രാജകുമാരെ, നിങ്ങളും യേശുവിനെ കാണാനാണോ വരുന്നത്? ഈ സ്വർണ്ണ മോര് കുത്തിരിക്ക ഒക്കെ കൊണ്ട്. മോര് ഇവനോട് ചോദിക്കുക ഈ സാധനം എന്നാണ്. എന്താടാ ഈ മോര് സാധനം എന്നാടാ? ഓ, ഞാൻ ഈ പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ല. എങ്കിലും എനിക്കറിയാവുന്ന എൻ്റെ അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. പൊന്ന്, സ്വർണം അഥവാ സിംബൽ ഓഫ് റോയൽറ്റി. ഇവൻ രാജാവാകും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് പൊന്ന് ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമതായി മോര് അഥവാ മീറ. ഇത് എണ്ണ പോലിക്കുന്ന ഒരു സുഗന്ധദ്രവ്യമാണ്. ഇത് സാധാരണ മരിച്ചവരെ അടക്കുമ്പോഴൊക്കെ ഉപയോഗിച്ചു വരാറുണ്ട്. ഇത് ഭാവിയിലെ ത്യാഗവും കഷ്ടപ്പാടും സൂചിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് കുന്തിരിക്കം അഥവാ ഫ്രാങ്കിൻസെൻസ്. കുന്തിരിക്കം ദൈവികതയുടെ പ്രതീകമാണ്. അത് നമ്മൾ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ യേശുവിന്റെ ദൈവത്വത്തെയും ആരാധനയുമാണ് കുന്തിരിക്കം സൂചിപ്പിക്കുന്നത്. കുണ്ഠിതൻ ചേച്ചൻ പണ്ഡിതനാണോ തോന്നുന്നു. ബൈ ദ വേ, ഇതൊക്കെ ബേബി രജിസ്റ്ററിലുള്ള കാര്യങ്ങളാണോ? ബേബി രജിസ്ട്രിയോ? ആ, അതൊക്കെ രാജ്ഞിമാര് നോക്കിക്കാണും. അവരൊക്കെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തത്. ബൈ ദ ബൈ, നിങ്ങളും വരുന്നോ ഞങ്ങളുടെ കൂടെ ഒരു കമ്പനിക്ക്? വരുന്നോന്നോ? പിന്നെ നമുക്കെല്ലാം അടിച്ചു പൊളിച്ച് യേശുവിനും തപ്പി പോവാം. പിന്നെ ഇതൊന്ന് മുങ്ങുകയും ചെയ്യാം. അതെ, എങ്ങോട്ട് പോകുന്ന കാര്യം പറയുന്നേ? ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ മേക്കപ്പ് റെഡി ആയിട്ട് വരാം. എന്റെ അമ്മോ, നീ വരണ്ട. ഇത് ബോയ്സ് ട്രിപ്പാ കേട്ടോ. കണ്ടോ കണ്ടോ, എന്റെ കൂടെ ഇരിക്കാനും വയ്യ, എന്നെ കൊണ്ട് പോകത്തുമില്ല. എന്തൊരു മനുഷ്യൻ, എന്നോട് ഒട്ടും സ്നേഹമില്ല. എടി, നിനക്കറിയാവോ എന്താ ഈ കോമ്പസ് കല്യാണം കഴിക്കാൻ? ആ, എനിക്കൊന്നും അറിയത്തില്ല. എന്താ? കല്യാണം കഴിച്ചതിന് പുള്ളി അമേരിക്ക കണ്ടുപിടിക്കത്തില്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു നല്ല പരിപാടിക്ക് ഇറങ്ങുമ്പോ എപ്പോഴാ വരുന്നേ, ഞാനും വരട്ടെ, ആരാ വരുന്നേ എന്നും പറഞ്ഞു 1000 ചോദ്യമായി വരും. പിന്നെ പുള്ളിമടുത്ത് വീട്ടിൽ ഇരുന്നാണ്. എന്റെ പൊന്നു പെണ്ണെ, ഞങ്ങൾ ദേ പോയി ദാ വന്നു. ബൈ ബോയ്സ്, എസ്കേപ്പ്. അതെ, വേണ്ട. എന്റെ കൂടെ ഇരുന്ന് സ്റ്റാർ ട്രാക്ക് ചെയ്യാമെന്നല്ലായിരുന്നോ പറഞ്ഞത്? കഴിഞ്ഞ തവണ ഗ്രോസറി മേടിക്കാൻ പോവാന്ന് പറഞ്ഞു പോയിട്ട് 2 ദിവസം കഴിഞ്ഞാ വന്നേ. എടി പൊന്നെ, നീ അല്ലേ എന്റെ സ്റ്റാർ. നീ ഉള്ളപ്പോ എന്തിനാ വേറൊരു സ്റ്റാർ? എന്റെ സ്റ്റാർ കുട്ടി, ഞാൻ പോയില്ലേ ജീസസിനെ കണ്ടുപിടിച്ച ക്രെഡിറ്റ് മുഴുവനില്ല അവറാച്ചന്റെ ഭാര്യയ്ക്ക് പോവും. അവളല്ലേ അവനെ വിട്ടത്. ഓ, ദാറ്റ്സ് ട്രൂ. ഞാൻ അത് ഓർത്തില്ല. ചേട്ടൻ അവനെ ഓടി തോൽപ്പിക്കുമല്ലോ അല്ലേ? ഡാൻ ഡീൽ ബേബി. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു, അവർ വേദനം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു. അങ്ങനെ അവരെല്ലാവരും ആ നക്ഷത്രത്തെ പിന്തുടർന്ന് യേശുവിനെ തേടി യാത്രയായി. സഹോ, നക്ഷത്രം പിന്തുടരുമ്പോൾ ഞാൻ വിചാരിച്ചത് സ്ട്രെയിറ്റ് റോഡെന്ന്. പക്ഷെ ഇത് GPS റീകാൽക്കുലേഷൻ പോലെ ഉണ്ടല്ലോ. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഈ വഴി ശരിയല്ല ശരിയല്ല എന്ന്. എന്നാ പിന്നെ നീ നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് തിരിച്ചു പോകും. എൻ്റെ അമ്മോ, അതിനേക്കാളും ഇത് തന്നെയാണ് നല്ലത്. വീട്ടിൽ ചെന്നാൽ കുഞ്ഞിനെ കണ്ടോ, കുഞ്ഞ് കരഞ്ഞോ, അവളെ ചോദിച്ചോ, ഒരു 100 ചോദ്യമായിരിക്കും. You've arrived at your destination. അടിച്ചിരിക്കുന്നു. Found it. ഇവിടെ തന്നെയോ? ഓ, ഇതാണ് വലിയ കൊട്ടാരമാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ചെറിയ കാലിത്തൊഴുത്ത്. എപ്പോഴും ഗ്രേറ്റ് തിങ്സ് സ്മോൾ പാക്കേജിലാണല്ലോ വരുന്നത്.
ക്രിസ്മസ് ഗിഫ്റ്റ് ആയാലും അത് തന്നെ കഥ അല്ലേടേ? അത് അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ വലിയതൊന്നിനെ തിരയും, എന്നിട്ടോ ആകെ വഴിതെറ്റും. GPS തകരും, കൂട്ടുകാരൊക്കെ ഭയങ്കര അനോയിങ് ആയിരിക്കും. പക്ഷെ നക്ഷത്രം ഉണ്ടല്ലോ, അത് നമ്മളെ ശരിയായ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകും. അതുപോലെ തന്നെ അത് പോയിന്റ് ചെയ്യുന്നതോ വലിയ കാര്യങ്ങളും ആയിരിക്കും. പലപ്പോഴും ഒരു ചെറിയ തൊഴുത്തിലായിരിക്കും വലിയ സത്യങ്ങൾ മറഞ്ഞിരിക്കുന്നത്. അതിനാൽ ജീവിതത്തിൽ ഒന്നിനെയും നിസ്സാരമാക്കാതെ പൊന്നുപോലെയുള്ള അവസരങ്ങൾ, കുന്തിരിക്കം പോലെയുള്ള ദൈവികത, മൂര് പോലെയുള്ള സുഗന്ധം കലർന്ന കഷ്ടപ്പാടുകൾ, ബ്രോസ് ജസ്റ്റ് ഒന്ന് ലുക്ക് ഔട്ട്. കാരണം ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്സ് ഓൾവേസ് കം ഇൻ unexpected places and in unexpected ways. അതൊക്കെ ഓക്കെ, പക്ഷെ അടുത്ത തവണ നക്ഷത്രത്തെക്കാൾ രൂപം എടുക്കാം. മച്ച് ഈസി. സിസ്റ്ററെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സ്കിറ്റും ഡാൻസും? അടിപൊളിയായിരുന്നോ? Hey listen, Costcoയിൽ പോണം, ഡൈപ്പേഴ്സ് മേടിക്കണം, ക്രിസ്മസ് കാരോൾസ് വരുന്നുണ്ട്. So order food, clean the living room, vacuum the ceiling also if possible. I'm feeding the baby. Hello? Are you hearing anything I'm saying? Baby, right now you're not Neetu, you're Mary. Remember, WWMD. WWMD? What would Mary do? Oh, right. Holy mode on. Okay. Sorry, my Joseph baby. ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന് ഇരുതിക്കെട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷം പിറന്നത പാട്ട്.